കേരള രാഷ്ട്രീയത്തെക്കുറിച്ചും കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെക്കുറിച്ചും പ്രേക്ഷകരുമായി തൻ്റെ ആശയങ്ങൾ പങ്കുവെക്കുവാൻ ഇന്ന് നമുക്കൊപ്പമുള്ളത് കടുത്തുരുത്തിയുടെ MLA-യും മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനുമായ മോൻസ് ജോസഫ് MLA ആണ്. ഹാർദവമായി അങ്ങേ സ്വാഗതം ചെയ്യും. താങ്ക് യു. ആദ്യമേ പറയട്ടെ, 2026 ഈ നിയമസഭയുടെ കാലാവധി പൂർത്തിയാകുമ്പോൾ അങ്ങ് കടുത്തുരുത്തിയുടെ MLA ആയിട്ട് 1/4 നൂറ്റാണ്ട് പിന്നിടുകയാണ്. എന്താണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങയുടെ ഓർമ്മകളും കടുത്തുരുത്തിയെ സംബന്ധിച്ചുള്ള വരാനുള്ള തിരഞ്ഞെടുപ്പിൽ അങ്ങയുടെ ആത്മവിശ്വാസവും എന്താണ്? കടുത്തുരുത്തിക്കാർ ആത്മാർത്ഥതയോടെ ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ്. ഈ 25 വർഷം MLA സ്ഥാനത്ത് പ്രവർത്തിക്കാൻ എന്നെപ്പോലൊരു സാധാരണക്കാരനായ പൊതുപ്രവർത്തകന് ജനങ്ങൾ അവസരം തന്നു എന്ന് പറയുന്നത് തന്നെ അവർ കാണിച്ച ഏറ്റവും വലിയ ഒരു സ്നേഹവും ജനങ്ങൾ കാണിച്ച ഒരു വലിയ സഹകരണമാണ്. അപ്പം അത് നമുക്ക് എന്നും അതിന് കടപ്പാടും സ്നേഹവും പത്തിരട്ടിയായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ആ ഒരു ആത്മബന്ധം ശക്തമായി എപ്പോഴും ആഴത്തിലുള്ളതും നല്ലതുപോലെ വളർന്ന് പടർന്നു നിൽക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ജനങ്ങൾ കാണിച്ച സ്നേഹത്തിൻ്റെ 10 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞതുകൊണ്ട് അവരുടെ ഒരു സംരക്ഷണയിൽ പോകാനുള്ള ഒരു ഭാഗ്യം കടുത്തുരുത്തി മണ്ഡലത്തിൽ ലഭിച്ചു എന്നുള്ളതാണ്. 96 ആദ്യം മത്സരിക്കുന്നത്. 96 മുതൽ ഇപ്പോൾ 2026 വരെയുള്ള 30 വർഷക്കാലത്തെ പ്രവർത്തനത്തിനിടയിൽ 5 വർഷക്കാലം MLA സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നെങ്കിലും ജനങ്ങൾ തിരിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ 96 MLA ആയ കാലം മുതൽ ഇതുവരെയുള്ള സമയത്ത് കടുത്തുരുത്തി മണ്ഡലത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി അടിസ്ഥാന രംഗത്ത് എല്ലാ രംഗത്തും വികസനവും പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ നിരന്തരമായ പരിശ്രമങ്ങളും പ്രവർത്തനവും, അതുപോലെ ജനങ്ങൾക്ക് വേണ്ടി എപ്പോഴും എന്നതുപോലെ ആക്റ്റീവായ ജനങ്ങളുടെ കൂടെ നമ്മൾ എപ്പോഴും ഉണ്ട്. അങ്ങനെ നിൽക്കാൻ കഴിഞ്ഞ ഒരു പ്രവർത്തന രീതി, ഇതൊക്കെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതിന് കാരണമായെന്നുള്ളതാണ്. അപ്പം അങ്ങനെ പ്രവർത്തിച്ച് മുന്നോട്ട് വന്നതുകൊണ്ട് കടുത്തുരുത്തിക്കാർക്ക് വേണ്ടി ജീവിക്കുക, കടുത്തുരുത്തിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുക, കടുത്തുരുത്തി എന്ന് പറയുന്ന 11 പഞ്ചായത്ത് ചേരുന്ന മണ്ഡലം മുഴുവൻ കടുത്തുരുത്തി എന്ന ഒരു കുടുംബമായി കണ്ടുകൊണ്ട് പോകാൻ കഴിയുക എന്ന ഒരു നിലപാടാണ് ഞാൻ എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. വികസനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇടപെട്ടൊന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ LDF-ലുള്ള കേരള കോൺഗ്രസ് മാണി വിഭാഗം പറയുന്നത് കടുത്തുരുത്തിയിൽ ഇന്ന് കാണുന്ന വികസനങ്ങളെല്ലാം ഏറ്റവും പുതുതായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട സയൻസ് സിറ്റി ഉൾപ്പെടെ ജോസ് കെ മാണി ലോക്സഭാ MP ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ഉണ്ടായത്. അങ്ങ് അനാവശ്യമായ അവകാശവാദങ്ങളാണ് ഉന്നയിക്കുന്നത്. അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഒരു യാഥാർത്ഥ്യമില്ല, അത് പൊള്ളയായ പ്രചരണം മാത്രമാണ്. കേരള ജോസ് കെ മാണി കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണെങ്കിൽ ഞാൻ സമ്മതിച്ചത്. കേന്ദ്ര പദ്ധതി അല്ലേ സയൻസ് സിറ്റി? ഒരു യൂണിറ്റ് മാത്രം. കേരള സയൻസ് സിറ്റി എന്ന് പറയുന്നത് കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കുഞ്ഞാണ്. ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ സംഭാവനയാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേതൃത്വം നൽകിയ UDF സർക്കാരാണ് കേരളത്തിൽ ഒരു സയൻസ് സിറ്റി സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത്. അല്ല ഡൽഹിയിൽ നിന്ന് ജോസ് കെ മാണി പാർലമെൻറ്റിലോ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് ഒരു സയൻസ് സിറ്റി കേരളത്തിലേക്ക് കൊണ്ടുവരും എന്ന് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ, അങ്ങനെ വാർത്ത ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ 100% അവർ ചെയ്യുന്നത് കള്ളപ്രചരണമാണ്. സത്യം മറച്ചു വെച്ചുകൊണ്ടുള്ള മുതലെടുപ്പ് രാഷ്ട്രീയമാണ് അവർ നടത്തിയത്. ഞങ്ങൾ പാർട്ടി ഒന്നിച്ചു നിന്നതുകൊണ്ട് എനിക്ക് പരിമിതികളുണ്ടായിരുന്നു. ഞാൻ യോജിച്ച കേരള കോൺഗ്രസ് 2010 മുതൽ പോരുന്ന കാലഘട്ടത്തിലാണ് 2011 മുതൽ 16 വരെയുള്ള ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഇരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേതൃത്വം നൽകിയ UDF ഗവൺമെൻറ്റിൽ ധനകാര്യമന്ത്രിയായിരുന്ന KM മാണി സാറ് UDF ഗവൺമെൻറ്റിന് വേണ്ടി അവതരിപ്പിക്കുന്ന ആദ്യത്തെ ബഡ്ജറ്റിൽ ഒരു ബഡ്ജറ്റ് പ്രഖ്യാപനമാണ് കേരളത്തിൽ ഒരു സയൻസ് സിറ്റി ഉണ്ടാവും. പിന്നീട് അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു പദ്ധതിയുടെ ഭാഗമായി കേന്ദ്രത്തിൽ നിന്ന് എന്ത് ലഭ്യമാവും, അപ്പോഴാണ് ഒരു പാക്കേജ് വരുന്നത്. 50-50, 50% കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട്, കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ, 50% സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ. ഇങ്ങനെ ഒരു ജോയിൻറ്റ് വെഞ്ചറായിട്ടാണ് ഇത് വിഭാവനം ചെയ്യുന്നത്. അപ്പം ജോസ് കെ മാണി കേന്ദ്രത്തിൽ നിന്നുള്ള കാര്യങ്ങൾ 50% കൊണ്ടുവരുമെന്നാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ നിന്ന് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് വിഹിതവും, ഇത് രണ്ടും കൂടെ ചേർത്ത് സയൻസ് സിറ്റി വരുന്നു. അപ്പം ഞാൻ MLA എന്ന നിലയിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ടവരെല്ലാം ചേർത്ത് UDF-ൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട എല്ലാവരും, അഡ്വക്കേറ്റ് T. ജോസഫ്, MS ജോസ് ചേട്ടൻ, അങ്ങനെ ഒരു ലീഡർഷിപ്പിൽ നിന്ന് കുറേയേറെ പേരുണ്ട്. എല്ലാവരും ചേർത്ത് ഞങ്ങൾ KM മാണി സാറിനെ ഒന്ന് കണ്ടു, ഞങ്ങൾ ഉമ്മൻചാണ്ടി സാറിനെ കണ്ടു, P. ജോസഫ് സാറിനെ കണ്ടു, UDF നേതാക്കളെ എല്ലാവരെയും കണ്ടു. ഈ സയൻസ് സിറ്റി കടുത്തുരുത്തി മണ്ഡലത്തിൽ കുറവലങ്ങാട്ട് വെക്കണം. അപ്പോൾ കുറവലങ്ങാട്ട് വെക്കണം എന്ന് പറയാൻ കാരണം
ഞാനതിന് തൊട്ട് മുമ്പ് VS ഗവൺമെൻറ്റിൽ 2 വർഷം മന്ത്രിയായി. അപ്പോൾ VS ഗവൺമെൻറ്റിലിരിക്കുമ്പം ഒരു ടെക്നോ പാർക്ക് കടുത്തുരുത്തി കൊണ്ടുവരാൻ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാ കാലത്തും കടുത്തുരുത്തിയുടെ വികസനമാണ്. മനസ്സിലായി. എൻ്റെ മുഖ്യ അജണ്ട അതാണ്. ഞാനങ്ങനെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയ മണ്ഡലങ്ങളൊന്നായി ഞാൻ കടുത്തുരുത്തിയെ മാറ്റിയിട്ടുമുണ്ട്. അത് ഇവരില്ലാതാക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും നടക്കത്തുമില്ല. അത് ജനങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ വോട്ട് ചെയ്യുന്നത്. ഇനിയും വികസനം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഈ ഇടത് ഭരണമെന്ന് ഇറങ്ങിപ്പോയാൽ UDFൻ്റെ സർക്കാർ വന്നാൽ കടുത്തുരുത്തി ഒരു വസന്തകാലത്തിലേക്ക് വീണ്ടും വരും, വികസനത്തിൻ്റെ നല്ല കാലം ഉണ്ടാവും എന്ന് ജനം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നടക്കുകയും ചെയ്യും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ജോസ് കെ മാണി വിഭാഗം ഇപ്പോൾ പറയുന്നത് കടുത്തുരുത്തി അവർ തിരികെ പിടിക്കുമെന്നാണ്. ജോസ് കെ മാണി തന്നെ ഒരുപക്ഷെ വന്നേക്കാം. ആദ്യഘട്ടത്തിൽ അദ്ദേഹം കടുത്തുരുത്തിയിലേക്ക് മാറുന്നു എന്ന് വാർത്ത വന്നു. പിന്നീട് കടുത്തുരുത്തി സേഫ് അല്ല, വീണ്ടും പാലായിലേക്ക് മടങ്ങുന്നു എന്ന് വാർത്ത വരുന്നുണ്ട്. പക്ഷെ ഏതൊക്കെയാണെങ്കിലും അവർ പറയുന്നത് ഞങ്ങൾക്ക് കേരളത്തിൽ ഏറ്റവും അധികം സംഘടനാ സംവിധാനമുള്ള, വോട്ടർമാരുള്ള, വോട്ട് ബേസ് ഉള്ള മണ്ഡലം കടുത്തുരുത്തി പണ്ടായിരുന്നു. പണ്ടത്തെ കാര്യമാണ്. പണ്ടത്തെ നമ്മൾ പണ്ട് ആനപ്പുറത്തിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ തഴമ്പ് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. പണ്ടത്തെ കാലത്ത് ഇതൊക്കെ ശരിയാണ്. പണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ കേരള കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട മേഖലകളിൽ ഒന്നായിരുന്നു കടുത്തുരുത്തി. ഇപ്പം 30 വർഷമായിട്ട് 25 വർഷം PJ ജോസഫിൻ്റെ കേരള കോൺഗ്രസിൻ്റെ MLA ആയിട്ടല്ലേ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. LDFിൽ UDFിൽ നിന്ന് ഞങ്ങൾ ജയിച്ചത് എങ്ങനെയാണ്? ഇവർ പറയുന്നു, ഇവർ KM മാണി സാർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള പാർട്ടിയും PJ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും 2 ചേരിയായി മത്സരിച്ച് കടുത്തുരുത്തിയിൽ ഞാൻ വിജയക്കൊടി പാറിക്കുന്നത് എങ്ങനെയാണ്? ജനങ്ങളുടെ സപ്പോർട്ടല്ലേ? അല്ല, അവർ ചില കണക്കുകളാണ് പറയുന്നത്. അതായത് എനിക്ക് തോന്നുന്നത് ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയൊരു ഭൂരിപക്ഷം അതിലല്ലെങ്കിൽ അതിന് ആദ്യ 5-6 ഭൂരിപക്ഷത്തിൽ ഒന്ന് നേടിക്കൊണ്ടാണ് അങ്ങയുടെ 2016 വിജയം ഉണ്ടാകുന്നത്. 35,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 42,000 വോട്ടിന്റെ ഭൂരിപക്ഷം. അതാണ് 5,000-ൽ താഴേക്ക് 5 വർഷം കഴിഞ്ഞ് 2021 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ചുരുങ്ങിയത്. അപ്പോൾ സ്റ്റീഫൻ ജോർജ് ആണെന്ന് മത്സരിച്ചത്. കേരള കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത് സ്റ്റീഫന്റെ ജനപ്രിയത ഇല്ലായ്മ കൊണ്ടാണ് പരാജയപ്പെട്ടു പോയത്. ജോസ് കെ മാണി വന്നാൽ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥികൾ വന്നാൽ ഞങ്ങൾ ഈ മണ്ഡലം തിരികെ പിടിക്കുമെന്നാണ്. അപ്പൊ ആ കണക്ക് അതിനെ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? ഞാൻ 44,000 വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അന്ന് സ്കറിയ തോമസുമായിട്ട് മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിലാണ്. അതിനുശേഷം സ്റ്റീഫൻ ജോർജുമായിട്ടുള്ള മത്സരം നടന്നു. അവരിപ്പോൾ 44,000 4,000 ആക്കിയെന്ന് പറഞ്ഞാൽ ഒരു അടിസ്ഥാനവും ഇല്ല. കാരണം 44,000-ൽ നിന്ന് സ്കറിയ തോമസുമായിട്ടുള്ള മത്സരത്തിൽ സംഭവിച്ചിട്ടുണ്ട്. 2 സ്റ്റീഫൻ ജോർജുമായിട്ട് ഞാൻ മത്സരിക്കുമ്പോൾ 23,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഞാൻ ജയിച്ചു, 23,000-ന് അദ്ദേഹം തോറ്റു. തൊട്ടടുത്താണ്. അപ്പോൾ എൻ്റെ 23 എവിടെ പോയെന്ന് ചോദിച്ചിട്ടുള്ള കാര്യമുണ്ടോ? ഇത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഓരോ കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ്. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 കാര്യങ്ങളാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4,500 വോട്ടിന് ഞാൻ ജയിച്ചു എന്ന് പറയുന്നത് 45,000 വോട്ടിന് ജയിച്ചതുപോലെയാണ് ഞാൻ കണക്കാക്കുന്നത്. കടുത്തുരുത്തിയിലെ ജനങ്ങൾ കരുതുന്നതാണ്. ഒരു വോട്ടിനെങ്കിലും ജയിക്കുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പോരാട്ടം. 44 കിട്ടുന്ന കാലം 44 കിട്ടുന്ന വേറൊരു രാഷ്ട്രീയ അന്തരീക്ഷമാണ്. 23 കിട്ടുമ്പോൾ ആ 23-ൻ്റെ അന്തരീക്ഷമാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ 99 സീറ്റ് പിണറായി വിജയൻ നേടിയെടുത്ത ഇലക്ഷനാണ്. അതെ, കേരളത്തിൽ പിണറായി തരംഗമാണ്. 2ാം പിണറായി സർക്കാർ വരുന്ന തരംഗമാണ്. കേരളം മുഴുവൻ അതുപോലെ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ജയിക്കുകയാണ്. കോൺഗ്രസിനും UDFിനും പരാജയം ഉണ്ടാകുന്ന ഇലക്ഷൻ. അപ്പോൾ ആ ഇലക്ഷനിലാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുമ്പോൾ UDFിന് ക്ഷീണമുള്ള കാലം, LDFിന് വലിയ കുതിപ്പുള്ള കാലം. അവിടെ കടുത്തുരുത്തി പോലുള്ളൊരു മണ്ഡലത്തിൽ ജോസ് കെ മാണിയുടെ പാർട്ടി കേരള കോൺഗ്രസിനെ പിളർത്തി ഇടതുപക്ഷത്തിൻ്റെ കൂട്ടത്തിൽ കൂടുന്നു. ഇടതുപക്ഷവും ജോസ് കെ മാണിയുടെ പാർട്ടിയും കൂടി ചേർന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തേക്ക് വരുമ്പോൾ ജോസ് കെ മാണിയുടെ പാർട്ടി തന്നെ പ്രചരിപ്പിച്ചത് എന്താണ്? ഇനി ആർക്കും രക്ഷയില്ല. കാരണം അവരുടെ ഏറ്റവും വലിയ ശക്തിയുള്ള സ്ഥലം LDF അവരും കൂടെ ചേർന്നാൽ പിന്നെ ആർക്കും രക്ഷയില്ല. അവർ 25,000 വോട്ടിന് ജയിച്ചു എന്നാണ് അവരുടെ പ്രഖ്യാപനം. സ്റ്റീഫൻ ജോർജിനെ ഒരു സ്ഥാനാർത്ഥിയാകുന്നു. സ്റ്റീഫൻ ജോർജ് മോശം സ്ഥാനാർത്ഥിയൊന്നുമല്ല. സ്റ്റീഫൻ ജോർജ് അവരുടെ ഒരു പ്രാവശ്യം MLA ആയി അവിടെ മണ്ഡലത്തിലൊട്ടാകെ സജീവമായി എപ്പോഴും നിന്നുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പം മണ്ഡലത്തിലൊന്നും പുള്ളി ഇല്ലത് വേറെ കാര്യം. ഇപ്പം തെരഞ്ഞെടുപ്പുകൾക്കകത്ത് അതുപോലെ സജീവമായി നിന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ടുപോവാണ്. 2 സാക്ഷാൽ ജോസ് കെ മാണി തന്നെയാണ് കഴിഞ്ഞ ഇലക്ഷൻ നേതൃത്വം കൊടുത്തത്. അദ്ദേഹം പാലായിലാണ് മത്സരിക്കുന്നത് എന്ന് പറഞ്ഞാലും കഴിഞ്ഞ ഇലക്ഷനിൽ കടുത്തുരുത്തിയിൽ നിന്ന് എന്നെ ജയിപ്പിക്കരുത്, 2 കടുത്തുരുത്തി സീറ്റ് അവർക്ക് പിടിച്ചെടുക്കണം. അതിനുവേണ്ടി കടുത്തുരുത്തി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമാണ്. അപ്പം കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന സമ്മേളനം പോലെ പ്രകടനത്തോടുകൂടി ആയിരക്കണക്കിന് ആളെ ഇറക്കി വലിയൊരു സമ്മേളനം നടത്തി. ഇപ്പം 2 കാര്യങ്ങളാണ് കഴിഞ്ഞ ഇലക്ഷനുണ്ട്. ഒന്ന്, കേരള കോൺഗ്രസിൻ്റെ പിളർപ്പ്. ഈ പിളർപ്പിൽ ഞങ്ങൾക്ക് വിഷയം, ഞങ്ങൾ ഈ KM മാണി സാറും PJ ജോസഫ് സാറും ഒന്നിച്ച് പ്രവർത്തിക്കുമ്പം കേരള കോൺഗ്രസ് എന്ന്
പേരിട്ടാണ് പ്രവർത്തിക്കാൻ യോജിപ്പിൽ ധാരണ ഉണ്ടായെങ്കിലും ആ പാർട്ടിയുടെ പേര് മാറ്റി കളഞ്ഞു. കേരള കോൺഗ്രസ് എം ആക്കി. അപ്പം ഞങ്ങൾ ജെ ആയിരുന്നു. ഞങ്ങൾ ജെക്കാരല്ല എം ആയിട്ട് മാറുവാണ്, ഒരു കാര്യമില്ലാതെ. 2, ആ പാർട്ടിയുടെ ചിഹ്നം പൊതുവായി ആലോചിക്കുന്നത്, ചിഹ്നം രണ്ടിലെ എമ്മിൻ്റെ ചിഹ്നമായിരുന്നു. അപ്പോൾ ആ എമ്മിൻ്റെ 2 ചിഹ്നവും പാർട്ടിയുടെ പേരും ഇത് രണ്ടും ജോസ് കെ മാണി അടിച്ചുകൊണ്ട് പോവാണ്. അപ്പം ഇങ്ങനെ അവർ തെരഞ്ഞെടുപ്പിൻ്റെ നിർണായക സമയത്ത് പാർട്ടി പിളർത്തിയപ്പം തർക്കം ഉണ്ടാകുന്ന LDF നിൽക്കണോ UDF നിൽക്കണോ? അവർ LDF പോകാമെന്ന് പറഞ്ഞു. PJ ജോസഫ് CF തോമസും നിലപാടെടുത്തു UDF നിൽക്കുകയാണ്. മാണി സാറ് മരണം വരെ UDF ആയിരുന്നു, ഞങ്ങളത് കണ്ടിന്യൂ ചെയ്യും, ഇതായിരുന്നു നമ്മുടെ സ്റ്റാൻഡ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കേരള കോൺഗ്രസിൻ്റെ പേരും ചിഹ്നവും എല്ലാം ജോസ് കെ മാണി കൊണ്ടുപോകുന്നു, പാർട്ടി അടിച്ചുകൊണ്ട് പോകുന്നു. ഞങ്ങൾ എന്താ പറയുക, കൈവിട്ട നിലവിട്ട് നിൽക്കുന്ന അന്തരീക്ഷത്തിലേക്ക് പോവാണ്. ചിഹ്നമില്ലായിരുന്നു, പാർട്ടിക്ക് അംഗീകാരമില്ല. ചെണ്ട പഞ്ചായത്ത് ലോക്കൽ ബോഡി ഇലക്ഷനിൽ ചെണ്ട എടുത്തു. അതിനുശേഷം നിയമസഭാ ഇലക്ഷനിൽ ട്രാക്ടർ ചിഹ്നം എടുത്തു. അപ്പം ഞങ്ങൾ മത്സരിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്താ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. UDF തകർച്ചയുടെ കാലവും. അപ്പം അവിടെ ജോസ് കെ മാണി വിഭാഗത്തിന് 25,000 വോട്ടിന് ജയിക്കുമെന്ന് പറഞ്ഞ് അവർ വീമ്പ് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് മത്സരം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റിയിൽ UDF പ്രവർത്തകരുടെ മുമ്പിൽ ഒരു വോട്ടിനെങ്കിലും കടുത്തുരുത്തി ജയിക്കുക, ആ നിലയിലേക്ക് ഞങ്ങൾ മാറി. കാരണം ഞങ്ങൾക്ക് നിർണായക പോരാട്ടമായി മാറി. ഞങ്ങൾ നെല്ലിപ്പലകെ നിൽക്കുകയാണ്. അപ്പം പക്ഷേ ജനങ്ങൾ ഞങ്ങളെ ചേർത്ത് പിടിച്ചു. അതാണ് വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിൻ്റെ ആദരണീയനായ ജനറൽ സെക്രട്ടറി കടുത്തുരുത്തി വന്നപ്പോൾ പറഞ്ഞു, കേരളം മുഴുവൻ പിണറായി തരംഗം ആഞ്ഞടിച്ച് 99 സീറ്റ് ജയിച്ചപ്പോഴും കടുത്തുരുത്തി ഒരു തുരുത്തായിട്ട് ഇവിടെ മാറി നിന്ന് മോൻസി ജോസഫിനെ MLA ആക്കിയത് ജാതിയും മതവും നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ കടുത്തുരുത്തിക്കാർക്ക് ഈ MLA വേണം എന്ന് ജനങ്ങൾ ഒറ്റക്കെട്ടായി ആഗ്രഹിച്ചുകൊണ്ടാണെന്നൊരു പ്രതികരണം നടത്തി. സത്യമാണ്. അപ്പം ആ പ്രതികരണത്തിൽ 4,500 എന്ന് പറയുന്നത് 45,000 ആണ്. അപ്പോൾ താങ്കൾ പറയുന്നതനുസരിച്ച് അടുത്തത് ഇവർ പറഞ്ഞു അപ്പം 43,000-4,500 പോകുന്നല്ലോ എന്ന് പറഞ്ഞു. അതെ, ഞാൻ പറഞ്ഞു വരട്ടെ, വരും കാലങ്ങളിൽ നമുക്ക് ബാക്കി കാണാം. ഞങ്ങൾ പാർട്ടി ബിൽഡപ്പ് ചെയ്തു, പാർട്ടിയുടെ പ്രവർത്തനങ്ങളെല്ലാം ചിട്ടപ്പെടുത്തി, കേരള കോൺഗ്രസ് എന്ന പേര് ഞങ്ങൾ തിരിച്ചു പിടിച്ചു, പാർട്ടിക്ക് ലേബലായി. അതിനുശേഷം ഞങ്ങൾ ലോക്സഭാ ഇലക്ഷനാണ് പിന്നെ മത്സരത്തിലേക്ക് വരുന്നത്. കോട്ടയം പാർലമെന്റിൽ ജോസ് കെ മാണി പറയുന്നത് എന്താണ്? കടുത്തുരുത്തിയുടെ കാര്യം പറയുന്ന പോലെ കോട്ടയം അവരുടെ ഏറ്റവും വലിയ കുത്തകയാണ്, പാർട്ടി ഹെഡ്ക്വാർട്ടറാണ്, വത്തിക്കാനാണ്, അവിടെ പിന്നെ ഒരുത്തിൻ്റെ രക്ഷയില്ലെന്നാണ് പറഞ്ഞത്. ഇപ്പം ആരുടെ വത്തിക്കാനാ? PJ ജോസഫിൻ്റെ വത്തിക്കാനായി. മോൻസി ജോസഫിൻ്റെ നേതൃത്വത്തിൽ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇലക്ഷൻ നയിച്ചു. ഞങ്ങൾ കേരള കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റായി ഫ്രാൻസിസ് ജോർജ് മത്സരിക്കുന്നു. ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ പാർട്ടി മത്സരിക്കുന്നു. സാക്ഷാൽ ജോസ് കെ മാണി അദ്ദേഹത്തിന് 100% വിജയം കൈവരിച്ച് നിൽക്കുന്ന കാൻഡിഡേറ്റ് ആണെന്ന് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം UDF നിർത്തി ഞങ്ങൾ ജയിപ്പിച്ച തോമസ് ചാഴിയാണ്. അദ്ദേഹം 3 പ്രാവശ്യം ഏറ്റുമാൻ്റെ തോറ്റു നിൽക്കുന്ന ആളാണ്. നിയമസഭയിൽ 2 വട്ടം തോറ്റു നിൽക്കുന്നു. 2 വട്ടം തോറ്റു, പിന്നെ ലോക്സഭയിലേക്ക് പോയി. അപ്പൊ ആ മത്സരത്തിൽ പരാജയപ്പെട്ട് നിൽക്കുന്ന തോമസ് ചാഴികാടനെ യോജിച്ച കേരള കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് ആയിട്ട് UDF കൊണ്ടുവന്ന് ഞങ്ങളൊക്കെ അധ്വാനിച്ചാണ് ജയിപ്പിക്കുന്നത്. അതിനുശേഷം പാർട്ടി വളരുമ്പോൾ പറഞ്ഞു നിങ്ങളുടെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ ഞങ്ങളങ്ങ് ജയിക്കും, 100% ജയസാധ്യതയുള്ള ചാഴികാടൻ നിൽക്കുന്നു, ജോസ് കെ മാണി 100% ജയിപ്പിക്കുമെന്നും പറയുന്നു. പക്ഷെ 100% തോറ്റു. അപ്പോൾ കേരള കോൺഗ്രസിൻ്റെ ശക്തിദുർഗമാണ് കോട്ടയം എന്ന് പറഞ്ഞപ്പോൾ UDF കുരുക്ക് കോട്ടയാണ് കോട്ടയം എന്ന് ഞങ്ങൾ തെളിയിച്ചു. ജോസ് കെ മാണിയുടെ പാർട്ടിയേക്കാൾ കോട്ടയത്തിന് രാഷ്ട്രീയ പ്രസക്തിയുള്ളത് PJ ജോസഫ് നയിക്കുന്ന UDF നിൽക്കുന്ന കേരള കോൺഗ്രസിനാണെന്ന് ഞങ്ങൾ തെളിയിച്ചു. എനിക്ക് അതിലൊരു അഭിമാനമുണ്ട്. ഇവർ ഈ 4,500 സ്ഥാനത്ത് എന്നെ പിന്നെ മടക്കിയടിക്കും. അവിടെ പിന്നെ അവർ 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കടുത്തുരുത്തി പിടിക്കും. കാരണം ചാഴികാടൻ്റെ പിന്നെ സ്റ്റീഫൻ ജോർജ് ആയതുകൊണ്ടാണ് 4,500 ആയത്. ചാഴികാടൻ വന്നാൽ അത് 14,500 15,000 അവർ മാറുമെന്ന് പറഞ്ഞു. അപ്പം സ്റ്റീഫൻ ജോർജിൻ്റെ 4,500 ആയിരുന്നെങ്കിൽ ചാഴികാടൻ ഇപ്രാവശ്യത്തെ പാർലമെന്റ് 12,500 വോട്ടിന് കടുത്തുരുത്തി പറയില്ല. 12,500 വോട്ട് ഒരു പരിചയവും ഇല്ലാത്ത ഫ്രാൻസിസ് ജോർജിന് ഞങ്ങൾ വോട്ട് ചെയ്യുക. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ ഫ്രാൻസിസ് ജോർജിന് പ്രത്യേകിച്ച് ബന്ധങ്ങളുണ്ടായിരുന്നില്ല. അദ്ദേഹം കോട്ടയം പൊളിറ്റിക്സിലുള്ള ആളല്ല. മനസ്സിലായി. പക്ഷേ UDF കാൻഡിഡേറ്റായി കൊണ്ടുപോകുന്നു. ഞങ്ങളൊക്കെയാണ് സത്യത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് മാറിയത്. കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയായി, കടുത്തുരുത്തി മോൻസി ജോസഫ് സ്ഥാനാർത്ഥിയായി, പാലയിൽ മാണി സി കാപ്പൻ സ്ഥാനാർത്ഥിയായി, പിറവത്ത് അനൂപ് ജേക്കബ് സ്ഥാനാർത്ഥിയായി, ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളി സ്ഥാനാർത്ഥിയായി, മറ്റു മണ്ഡലങ്ങളിൽ UDF ആയി. അങ്ങനെ 7 മണ്ഡലത്തിലും കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്തപ്പോൾ കടുത്തുരുത്തിയിൽ ഇവർ പ്രതീക്ഷിച്ചത് ചാഴികാടനായതുകൊണ്ടും സ്റ്റീഫൻ ജോർജ് ആയതുകൊണ്ടാണ് വോട്ട് കുറഞ്ഞത്, ചാഴികാടനായാലും വോട്ട് കൂടും. ആ ഒരു പരാമർശം ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സാമുദായിക സമവാക്യങ്ങളും എല്ലാം കൂടുതൽ സ്വീകാര്യനായ സ്ഥാനാർത്ഥി ഇതൊക്കെ പറയുന്നത്. പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ 12,500 വോട്ടിന് ചാഴികാടൻ പുറകിൽ പോകുന്നു, ഫ്രാൻസിസ് ജോർജ് ലീഡ് കിട്ടും. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. അടുത്ത ഇലക്ഷൻ്റെ ആത്മവിശ്വാസത്തെക്കുറിച്ച് ചോദിച്ചല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പിണറായി വിജയൻ അനുകൂലമായതും LDF അനുകൂലമായ തെരഞ്ഞെടുപ്പാണ്.
UDF ദോഷമുള്ളതാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ UDF അധികാരത്തിൽ വരണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഇടത് ദുർഭരണം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഇത് വളരെ വ്യക്തമായ രാഷ്ട്രീയമാണ്. LDF താഴെ ഇറക്കണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഇനി കേരളം ഒട്ടാകെയുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാകട്ടെ, ജനാധിപത്യ ഈശ്വര വിശ്വാസികളുടെ മേഖലയിലും സെൻട്രൽ ട്രാവൻകൂറിലും ഒരു കാര്യം ഉറപ്പാണ്, UDF ശക്തമായ മുന്നേറ്റം ഉണ്ടാവും, LDF കനത്ത തകർച്ചയുണ്ടാവും. ഇത് ഉറപ്പാണ്. ആ ഉറച്ച വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ കടുത്തുരുത്തി പോലുള്ള മണ്ഡലങ്ങളിൽ ആദ്യം വിജയിച്ചു വരുന്ന മണ്ഡലങ്ങളായിട്ട് കടുത്തുരുത്തിയൊക്കെ നിൽക്കും. കടുത്തുരുത്തി, പാല, ഇങ്ങനെയുള്ള മണ്ഡലങ്ങളെല്ലാം അതിൻ്റെ മുൻപന്തിയിലുണ്ടാവും. അവിടെ ഇപ്പോൾ 12,500 പാർലമെന്റിൽ ഭൂരിപക്ഷം കിട്ടിയതെങ്കിൽ ഒരു 20,000 വോട്ടിന്റെ ഭൂരിപക്ഷം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് വരുമ്പോൾ ആരെ എതിര് വന്നാലും, ജോസ് കെ മാണിയോ അദ്ദേഹത്തിന്റെ പാർട്ടിപ്പെട്ട ഒരു കാൻഡിഡേറ്റോ ഇതിനപ്പുറത്തേക്ക് വരാനില്ല. ഇല്ല, ഒന്നുകിൽ ജോസ് കെ മാണി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിപ്പെട്ട കാൻഡിഡേറ്റ്. രണ്ടിലെ മത്സരം, രണ്ടിലെ കുഴിച്ചു മൂടുക എന്നുള്ളത് ജനങ്ങൾ തീരുമാനിച്ച കാര്യമാണ്. ഒരു രൂപ പാർട്ടിയായിട്ട് അവർ മാറിയിരിക്കുകയാണ്. ഈ ഭരണത്തിൽ നിന്ന് എന്താ അവരെ കൊണ്ട് പ്രയോജനം? അവർ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? അതിലേക്ക് ഞാൻ വരാം. അതുകൊണ്ട് ജോസ് കെ മാണിയോ അദ്ദേഹത്തിന്റെ പാർട്ടിപ്പെട്ട ഒരു കാൻഡിഡേറ്റോ, ഏത് കാൻഡിഡേറ്റ് വന്നാലും പിണറായി വിജയന്റെ കാൻഡിഡേറ്റ് ആണ്, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാണ്. XOR Y ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി വരുന്ന ഒരാളെ കടുത്തുരുത്തി മണ്ഡലത്തിൽ ജനങ്ങൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കുന്ന പ്രശ്നമില്ല. ഇടത് ദുർഭരണത്തിനെതിരെ ഒറ്റക്കെട്ടായിട്ട് വിധി എഴുതും. അതുകൊണ്ട് UDF സ്ഥാനാർത്ഥിയായി പാർട്ടി നിശ്ചയിച്ചിട്ടുള്ള ഞാൻ തന്നെയായിട്ട് വരുന്നു എന്നുള്ളതുകൊണ്ട് എനിക്ക് 100% ആത്മവിശ്വാസമുണ്ട്. തന്നെയുമല്ല, ഇനിയിപ്പോൾ LDF ഈ കാലഘട്ടത്തിൽ വികസന മുരടിപ്പ് കേരളം മുഴുവൻ കടുത്തുരുത്തി പറ്റുന്ന കാര്യങ്ങളൊക്കെ നടത്താൻ ഞാൻ നോക്കിയിട്ടുണ്ട്. പറ്റുന്നതൊക്കെ അതൊന്നും അങ്ങനെ അവർ സമ്മതിച്ചു തരുന്നില്ല. അത് അവർക്കൊരു സ്വഭാവമുണ്ട്. നടക്കാത്ത കാര്യങ്ങൾ, എന്തെങ്കിലും കാര്യം മോശമായാൽ MLA മോൻസി ജോസഫിന്റെ കുഴപ്പമാണ്. MLA പ്രവർത്തിക്കാനാണ്. നിങ്ങൾ പുറത്തേക്ക് നോക്കൂ, വൈക്കത്തേക്ക് നോക്കൂ, ഏറ്റുമാനൂർ, അവിടെയൊക്കെ ഒന്നും നടക്കണില്ല. അവിടെയൊക്കെ പരമദയനീയമായിട്ട് നടക്കാം. അപ്പം എല്ലാ സ്ഥലത്തും ദയനീയ സ്ഥിതിയാണ് കേരളം മുഴുവൻ. ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ വണ്ടി കുഴി പോയിട്ട് ടയർ പൊട്ടി നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് വരുന്ന വഴിക്കുള്ള വാർത്ത നമ്മൾ കണ്ടു. ദേശീയപാത വേറെ. അപ്പം ഇങ്ങനെ തകർച്ചയുടെ ഒരു കാലഘട്ടമായിട്ട് നിൽക്കുമ്പോഴും എല്ലായിടത്തും ഇവർ പറയും അവിടെ നോക്കി ഇവിടെ നോക്കി, എങ്ങൊന്നും കാണാനില്ല. അപ്പം അതുകൊണ്ട് വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും മോശം സംഭവിച്ചാൽ, ദോഷമുള്ള കാര്യം ഏതെങ്കിലും ആണെങ്കിൽ MLA കുഴപ്പം, ഏതെങ്കിലും ഗുണം കിട്ടുന്ന കാര്യമാണെങ്കിൽ അപ്പം തന്നെ പറയും അത് ഒന്ന് ജോസ് കെ മാണി ഇടപെട്ടു, അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിന്റെ നേട്ടം എന്ന് പറഞ്ഞു വരും. ഇത് CPM പാർട്ടി കുറച്ചുകൂടെ മാന്യതേനത്ത് കാണിക്കാറുണ്ട്. അവരൊരു അന്തസ്സില്ലായ്മ അത്തരം കാര്യങ്ങൾ പലപ്പോഴും കാണിക്കാറില്ല. അവർ കുറച്ച് അന്തസ്സായിട്ടൊക്കെ പെരുമാറാൻ ശ്രമിക്കുന്ന കൂട്ടത്തിലാണ്. ഒരു അന്തസ്സും ഇല്ലാതെ തറ രാഷ്ട്രീയം കളിക്കുന്നത് ഈ ജോസ് കെ മാണിയുടെ പാർട്ടിയാണ്.